ഫുഡ് ബ്ലോഗായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ മമ്മിയൂരാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു ഫുഡിൻ്റെ ബ്ലോഗായിട്ടാണ് ഞാൻ വരുന്നത്. മമ്മിയൂരിൽ നിന്നൊരു 700 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്, ഇടം എന്നുള്ളത്. അപ്പോൾ അവിടേക്കാണ് ഒരു ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. നല്ല ആംബിയൻസ് ഉണ്ട്, പിന്നെ നല്ല ഫുഡാണ്, ഒരുപാട് തിരക്കാണ്. അപ്പോൾ നമുക്ക് അഫോർഡബിളായ പ്രൈസുമാണ് ഉള്ളത്. ഒരു ഇടം എന്നാണ് പേര്. നമ്മുടെ ദേവീസ് സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെയാണ് അവരിപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഒരു 2 മണി 3 മണി വരെ ഉണ്ട്. ആ സമയത്ത് അടക്കം നല്ല തിരക്കാണ്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ടേസ്റ്റ് ഒന്ന് നോക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത്. എല്ലാവരും അടിപൊളി അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പാഴ്സൽ മേടിക്കാമെന്ന് വിചാരിച്ചു. പാഴ്സൽ മേടിച്ചിട്ട് നമുക്ക് നോക്കാമല്ലോ എങ്ങനെയുണ്ടെന്നുള്ളത്. അത് ബീഫ് പൊള്ളിച്ചതും പിന്നെ റൈസുമാണ് മേടിച്ചിരിക്കുന്നത്. 52 ടോക്കൺ. ബീഫ് പൊള്ളിച്ചതെന്ന് പറഞ്ഞാൽ ഒരു മിക്സിയിൽ അടിച്ചിട്ട് പിന്നെ അത് പൊള്ളിച്ചിട്ട് തരികയാണ് ചെയ്യുന്നത്. ഒരുപാട് തിരക്കുണ്ട് അവിടെ. അവർ പറയുന്നുണ്ട് അവിടെ പാർക്കിങ്ങിന് ബുദ്ധിമുട്ടാണ്, പോലീസ് വന്ന് പിടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അത് ദേവീസ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളത്. നമ്മുടെ മമ്മിയൂർ ജംഗ്ഷനിൽ നിന്ന് ഒരു 700 മീറ്റർ അത്രേ ഉള്ളൂ. നമ്മൾ ആനക്കോട്ട പോണ വഴിയിലാണ് ഇപ്പോൾ അവരവിടെ എന്നെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ പാഴ്സലും മേടിച്ചു. ഒരു ബീഫ് പൊള്ളിച്ചതും പിന്നെ റൈസും കൂടി മേടിച്ചിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ, ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. സംഭവം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ബീഫ് പൊള്ളിച്ചതാണ്, ഞാൻ ആദ്യമായിട്ടാണ് ബീഫ് പൊള്ളിച്ചത് ഇങ്ങനെ കഴിക്കുന്നത് കേട്ടോ. നന്നായിട്ടുണ്ട്, അടിപൊളിയുണ്ട്. പിന്നെ അതിനനുസരിച്ചുള്ള ഒരു ഗ്രേവി ഉണ്ട്, പിന്നെ അച്ചാറുണ്ട്. നല്ല ഫുഡ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന്